ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ BJP പ്രതിസന്ധിയിലായി. അനഭിമതരായ 3 പേരെയും കൊണ്ട് സംസ്ഥാനത്ത് BJPയെ കൊണ്ടു നടക്കാമെന്ന വിദ്യാധാരണയുമായി ഇറങ്ങി പുറപ്പെട്ട രാജീവ് ചന്ദ്രശേഖരന് കനത്ത തിരിച്ചടി കൊടുക്കണമെന്ന ചിന്തയിലാണ് പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടിയ BJP 25% വോട്ട് വർദ്ധിപ്പിച്ച് തങ്ങൾ മുന്നോട്ടാണെന്ന് തെളിയിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനോടുള്ള ശക്തമായ എതിർപ്പിൻ്റെ പുറത്ത് 20%-ൽ നിന്ന് താഴേക്ക് പോകാനുള്ള നീക്കമാണ് BJPയിലെ വിരുദ്ധ ഗ്രൂപ്പുകളുടെ ശ്രമം. അതിൻ്റെ ഉദാഹരണമാണ് കോട്ടയം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും അരങ്ങേറുന്നത്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് തന്നെയാണെന്നും ആക്ഷേപം ഉയരുന്നു. രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന ഗ്രൂപ്പിൽ നിൽക്കുന്ന ജില്ലാ പ്രസിഡന്റ് UDF-മായി ചേർന്ന് വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് മറിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇത് രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നവർ കേന്ദ്രത്തിൽ നൽകിയ പരാതിയുടെ വെളിച്ചത്തിൽ ശക്തമായ നിരീക്ഷണമാണ് RSSും BJP കേന്ദ്ര നേതൃത്വവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് കിട്ടാവുന്ന വോട്ടുകൾ മുഴുവൻ ശേഖരിച്ച് ശക്തി കാണിക്കേണ്ട സമയത്ത് വ്യക്തിവിരോധങ്ങൾ തീർക്കുവാൻ ചിലരെങ്കിലും വോട്ട് മറിക്കുന്നത് BJPയെ കനത്ത പ്രതിസന്ധിയിലാക്കുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് പ്രാഥമികമായി തെളിഞ്ഞിരിക്കുന്നത്. ഏറ്റുമാനൂർ, കടുത്തുരുത്തി, പാലാ മണ്ഡലങ്ങളിൽ വ്യാപകമായ വോട്ട് കച്ചവടം നടന്നു കഴിഞ്ഞു. BJPയുടെ അടിസ്ഥാന വോട്ടുകളിൽ യാതൊരു കുറവും വരാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് ജില്ലാ പ്രസിഡന്റിന് നൽകി. വോട്ട് മറിക്കൽ ആഹ്വാനം നൽകിയവരും വോട്ട് മറിക്കുന്നവരും കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിരീക്ഷണത്തിലാണെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും കാത്തിരുന്ന് കാണാം.